തിരൂർ തൃക്കണ്ടിയൂരിൽ വീണ്ടും കവർച്ചാ സംഘത്തിന്റെ വിളയാട്ടം. മുഖംമൂടിയിട്ടും മാരകായുധങ്ങളുമായി വീടുകൾക്ക് ചുറ്റും രാത്രി കവർച്ചയ്ക്ക് നടക്കുന്നവരുടെ CCTV ദൃശ്യങ്ങൾ പുറത്ത്. തൃക്കണ്ടിയൂർ നിവാസികളോട് രാത്രിയിൽ ജാഗ്രത പുലർത്താൻ പോലീസ് നിർദ്ദേശം നൽകി. ഉദ്ഘാടനാഘോഷങ്ങളിൽ പങ്കെടുക്കുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന 3 ഭാഗ്യശാലികൾക്ക് സ്വർണ്ണ നെക്ലസ്, ഗോൾഡ് റിംഗ്, ഗോൾഡ് കോയിൻ എന്നീ ബമ്പർ സമ്മാനങ്ങളും. റോസ് ഗോൾഡൻ ഡയമണ്ട്സ്, കോമ്പടി ജംഗ്ഷൻ. തൃക്കണ്ടിയൂരിൽ മുഖംമൂടിയിട്ട് മാരകായുധങ്ങളുമായി വീടുകൾക്ക് ചുറ്റും രാത്രി കവർച്ചയ്ക്ക് നടക്കുന്നവരുടെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. ആധാരം എഴുത്തുകാരനായ വെളിയമ്പാട്ട് ശിവശങ്കരൻ നായരുടെ വീട് കുത്തി തുറന്ന് 4 ലക്ഷം രൂപ ഈയിടെ കൊള്ളയടിച്ചിരുന്നു. പ്രതികളെ പിടികൂടാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അന്ന് CCTVയിൽ പതിഞ്ഞ അതേ കവർച്ചക്കാരാണ് വീണ്ടും എത്തിയതെന്നാണ് സംശയം. വ്യാഴാഴ്ച അർദ്ധരാത്രി 2 പേർ മുഖംമൂടി മാരകായുധങ്ങളുമായി 5 വീടുകളിൽ എത്തിയിരുന്നു. മാധവൻ, രാമകൃഷ്ണൻ, കോമളം എന്നിവരുടെ വീട്ടിന് മുൻപിലാണ് എത്തിയത്. വീടിന്റെ ഗ്രിൽ തകർത്ത് അകത്തു കടക്കുകയും കുട്ടികളുടെ സ്കൂൾ ബാഗിൽ നിന്ന് പണം എടുക്കുകയും ചെയ്തെന്ന് കോരത്തിൽ ഹംസക്കുട്ടി പറഞ്ഞു. വ്യാഴാഴ്ച രാത്രി ഒരു 2:45 സംഭവം ഉണ്ടായിട്ടുള്ളത്. ഞാൻ ഒരു 9:30 ആയപ്പോൾ തന്നെ തലവേദനയായപ്പോൾ ഞാൻ നേരത്തെ കിടന്നുണ്ടായിരുന്നു. ഗിൽസ് ഞാനാ പൂട്ടിയിട്ട് കിടന്നത്. പിള്ളേർ പിന്നെ വൈഫ് ടൈലർ ആയതുകൊണ്ട് ഒരു മണിയൊക്കെയാണ് 12:45 കിടന്നപ്പോൾ. അപ്പോൾ ഞാൻ വെറുതെ ജസ്റ്റ് ഒന്ന് എണീച്ച് വന്ന് നോക്കുമ്പോൾ കൊലയിൽ ലേറ്റ് ഉണ്ട്, ഡോറൊക്കെ തുറന്നെടുക്കണേ. അപ്പോൾ ഗിൽസുമ്പൊക്കെ നോക്കുമ്പോൾ ഗിൽസൊക്കെ തുറന്നെടുക്കണം. അപ്പോൾ ഞാൻ വിചാരിച്ചാൽ മോനാണ് പൊട്ടിച്ചിട്ടുണ്ടെന്ന് വിചാരിച്ചിട്ട് അവനെ വിളിച്ചു ഉണർത്തിയപ്പോൾ അവൻ പറഞ്ഞ് അല്ല ഞാനല്ല, പിന്നെ അത് അപ്പോൾ കള്ളം വന്ന് തന്നെ അവന്ന് ഉറപ്പ് വരുത്തി. അപ്പോൾ പിന്നെ നേരം വെളുത്തപ്പോഴാണ് മറ്റുള്ളടത്തു നിന്നൊക്കെ അറിഞ്ഞപ്പോഴാണ് മറ്റുള്ളതൊക്കെ കയറിക്കണം എന്നുള്ളത് അറിഞ്ഞത്. അങ്ങനെയാണ് അറിയാൻ കഴിഞ്ഞത്. പിന്നെ കാര്യമായിട്ട് സാധനമൊന്നും പോയിട്ടില്ല. സ്കൂൾ കുട്ടീൻ്റെ ബാഗത്തെ കുറച്ച് പൈസ ചില്ലറ എന്തോ പോയിട്ടുള്ളൂ. പിന്നെ ഉള്ളിൽ വല്ലാതെ കയറിയില്ല. രാത്രികാല പെട്രോളിംഗ് ശക്തിപ്പെടുത്താൻ തൃക്കണ്ടിയൂർ നെറ്റ്വർക്ക് റെസിഡൻസ് അസോസിയേഷൻ അംഗം പോലീസിനോട് ആവശ്യപ്പെട്ടു. മാധവ മാഷ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ അടുത്ത് ഈ നമ്മളെ ഓരോത്തിൽ ഹംസക്കുട്ടീൻ്റെ അടുത്ത് തന്നെയാണ്. അവ വീട്ടിൽ നിന്നാണ് എനിക്ക് വിളിച്ച് പറഞ്ഞത്. അവർ ഭാര്യയും ഭർത്താവും താമസിക്കുന്നൊരു വീടാണ്. അവർ കോഴിക്കോട് അവരുടെ വീട്ടിൽ പോയതായിരുന്നു. അവിടെ വീട്ടിൽ ആളുകളൊന്നുമില്ല. പക്ഷെ അവർ CCTV ദൃശ്യങ്ങളിലാണ് ആദ്യമായിട്ട് ഇത് പതിഞ്ഞത്. രാത്രി 2 ആളുകൾ മുഖമൊക്കെ മൂടി വലിയ മാരകായുധങ്ങളൊക്കെ ആയിട്ട് വീടിന് ചുറ്റും കറങ്ങുന്നതും വീടിൻ്റെ ബാക്കിലൊക്കെ വാതിൽ തുറക്കുന്നതൊക്കെ ഉള്ള ദൃശ്യങ്ങൾ അത് നമുക്ക് കാണാം. അത് എനിക്ക് അയച്ചു തരികയുണ്ടായത്. അപ്പോൾ അത് സ്റ്റേഷനിൽ പറയണം എന്ന് പറഞ്ഞിട്ടാണ്. അതിനുശേഷം കണ്ടു പിന്നെ എൻ്റെ അയൽവാസിയായിട്ടുള്ള രാമകൃഷ്ണേട്ടനും അവിടുത്തെ കോമളം എന്ന് പറയുന്ന 2 വീടുകളിലെ 2 ആളുകളും അവർ ഇതേപോലെ കംപ്ലയിൻറ്റ് അവിടെ CCTV ഉണ്ട്. അവർ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടുള്ള CCTV ആണ്. അപ്പോൾ അത് 2 അയച്ചു തരികയും അത് പോലീസിൽ കംപ്ലയിൻറ്റ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് നമ്മളെന്ത് ചെയ്തു, നമ്മളെ നെറ്റ്വർക്ക് റെസിഡൻസ് അസോസിയേഷൻ്റെ ഗ്രൂപ്പിലേക്ക് ഞങ്ങൾക്കൊരു ഗ്രൂപ്പുണ്ട്, റെസിഡൻസ് അസോസിയേഷൻ്റെ ഗ്രൂപ്പുണ്ട്. ഒരു 10-200ഓളം കുടുംബങ്ങൾ താമസിക്കുന്നത്. അപ്പോൾ ആ ഗ്രൂപ്പിൽ കിട്ടപ്പോഴാണ് യഥാർത്ഥത്തിൽ മറ്റുള്ള വീടുകളിലും ഇതേമാതിരി സംഭവം നടന്ന് അതുവരെ ആരും ഒന്നും മുണ്ടിയിട്ടുണ്ടല്ലോ. അപ്പോൾ അംസുട്ടേക്കാൻ്റെ അവിടെ നടന്നതാണ് ഏറ്റവും കൂടുതൽ. ഇപ്പോൾ അകത്ത് കയറിയ വീടാണ് ഇപ്പോൾ ഇത്. ഈ അംസുട്ടേക്ക പോലും നമ്മളതിൽ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ അവർ പറഞ്ഞിട്ടുണ്ടായില്ല. അപ്പോൾ ഞാൻ പ്രത്യേകം വോയിസ് ഇട്ട് ഇനി ആരെങ്കിലും വീടുകളിൽ കയറിയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് അറിയണം, പോലീസ് സ്റ്റേഷനിൽ കൊടുക്കണം. അപ്പോഴാണ് അംസുട്ടേക്ക ഇതിങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെന്ന് പറയുകയും ഞങ്ങളത് കാലത്ത് തന്നെ നമ്മളെ CIനെ വിളിച്ച് പറയുകയും അതുപോലെ DYSPനൊക്കെ ആയിട്ട് അവരെ സൈറ്റിലേക്ക് നമ്മൾ ഇതിൻ്റെ ദൃശ്യങ്ങൾ അയക്കുകയും വേണ്ട നടപടികൾ സ്വീകരിക്കണം എന്ന് പറയുകയും ചെയ്തു. തൃക്കണ്ടിയൂർ നിവാസികളോട് രാത്രി ജാഗ്രത പുലർത്താൻ പോലീസ് നിർദ്ദേശിച്ചു.